പ്യാരെ ദോസ്തോ, ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായ ഷഹീദെ അഅ്സം എന്ന പാഠമാണ് നമ്മൾ നോക്കുന്നത്. ഷഹീദെ അഅ്സം അഥവാ മഹാനായ രക്തസാക്ഷി. മഹാനായ രക്തസാക്ഷി എന്നാണ് അർത്ഥം. ഷഹീദ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട് അല്ലേ? അത് വേറെ ആരുമല്ല, ഭഗത് സിംഗിൻ്റെയാണ് അല്ലേ? ഭഗത് സിംഗ്, അതുപോലെ തന്നെ ഭഗത് സിംഗിൻ്റെ കൂട്ടാളികളായിട്ടുള്ള രാജ്ഗുരു, സുഖ്ദേവ്, ഇവരുടെ പേരുകളാണ് രക്തസാക്ഷി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത്. നിങ്ങൾ സംശയിക്കുന്നത് പോലെ തന്നെ ഈ പാഠഭാഗം ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് പാഠഭാഗമെന്ന് നമുക്ക് നോക്കാം. देश की आज़ादी के लिए कई बहादुर नौजवानों ने अपनी जानें കുർബാൻ की है. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഒരുപാട് ധീരയോദ്ധാക്കൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ये सब नौजवान हुब्बे वतन के जज्बे से सरशार थे. ഈ ധീരയോദ്ധാക്കളെല്ലാം ദേശസ്നേഹം എന്ന വികാരത്താൽ നിറഞ്ഞു തുളുമ്പുന്നവരായിരുന്നു. അഥവാ ആ ഒരു ദേശസ്നേഹം എന്നുള്ള ആ ഒരു വികാരം അവരുടെ മനസ്സുകളിൽ എപ്പോഴുണ്ടായിരുന്നു. वो हमेशा अपने देश की आज़ादी के लिए जद्वजहद करते रहे. അവർ എല്ലായ്പ്പോഴും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിക്കൊണ്ടേയിരുന്നു. ആയിയെ ഹിന്ദുസ്ഥാൻ കി എക് ഇൻഖുലാബി റഹ്നുമ ഭഗത് സിംഗ് കാ ഖാക്ക പഠേ. വരൂ, നമുക്ക് ഇന്ത്യയുടെ വിപ്ലവ നേതാവായിട്ടുള്ള ഭഗത് സിംഗിൻ്റെ ഹാക്ക അഥവാ ഭഗത് സിംഗിൻ്റെ പ്രൊഫൈല് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. ആ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഭഗത് സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഇൻകുലാബ് സിന്ദാബാദ് അല്ലേ? ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭഗത് സിംഗിൻ്റെ പേരാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, വിപ്ലവം നയിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ് ഭഗത് സിംഗിനെ കുറിച്ച് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. 23 മാർച്ച് 1931 ഷാം കാ വക്ത് താ. മാർച്ച് 23, 1931 വൈകുന്നേര സമയമായിരുന്നു. സൂരജ് ഉറൂബ് ഹോ രഹാ താ. സൂരജ് അഥവാ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു ഓർ സുഖ്ദേവ് പാൻസി കെ പന്തേ കി തറഫ് ബഡ്തേ ഹുയെ യേ ഗീത് ഗാ രഹേ തെ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങിക്കൊണ്ട് ഈ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ദിൽ സേ നികലേ ഗീന മർഘർ ബി വതൻ കി ഉൽഫത്ത്, മേരി മിട്ടി സെ ബി ഖുഷ്ബൂയെ വഫ ആയേഗി. എന്താ പറയുന്നത്? ദിൽ സെ നികലേഗീന അല്ലേ? എന്നുവെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. എന്ത്? മർക്കർ ബി മരിച്ചാലും, വതൻ കി ഉൽഫത്ത് അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ദേശത്തിനോടുള്ള അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിനോടുള്ള സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല? ആ സ്നേഹം ഇല്ലാതെ പോകില്ല. മേരി മിട്ടി സെ ബി ഖുഷ്ബൂയെ വഫ ആയേഗി. എൻ്റെ മണ്ണിൽ നിന്ന് പോലും അഥവാ മരണശേഷം എൻ്റെ മണ്ണിൽ നിന്ന് പോലും ഖുഷ്ബൂയെ വഫ. ഖുഷ്ബു എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം. വഫ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത അല്ലേ? വിശ്വസ്തതയുടെ സുഗന്ധം എൻ്റെ മണ്ണിൽ നിന്ന് എൻ്റെ മരണശേഷം എൻ്റെ മണ്ണിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ ഞാൻ മരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് ദേശസ്നേഹം എന്നത് ഒരിക്കലും നശിച്ചു പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നോക്കൂ. പാൻസി കാ പന്ത ഗലെ മേ ഡാൽത്തെ ഹി ഉനോനെ ഹസ്രത് മൊഹാനി കാ നൂര ഇൻകുലാബ് സിന്ദാബാദ് ലഗായ ഓർ ഹസ്തെ ഹസ്തെ വതൻ കെ ലിയെ ഷഹീദ് ഹോ ഗയെ. എന്താ പറഞ്ഞത്? ആ തൂക്കുമരത്തിൻ്റെ ആ കുരുക്ക് അല്ലേ? ആ തൂക്കുകയർ എന്ത് ചെയ്തു? കഴുത്തിലിടുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹസ്രത്ത് മൊഹാനിയുടെ മുദ്രാവാക്യമായിട്ടുള്ള ഇൻകുലാബ് സിന്ദാബാദ് അത് ഉറക്കെ മുഴക്കി. എന്നിട്ട്
ചിരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനായിട്ട് രക്തസാക്ഷിയായി. ജിസ്കെ ബാദ് ഉൻകി യേ കുർബാനി ഹമേഷ കെ ലിയെ അമർ ഹോ ഗയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ധീര രക്തസാക്ഷിത്വം അല്ലേ, ഈ ഒരു ത്യാഗം എന്നേക്കുമായിട്ട് നിലകൊള്ളാൻ തുടങ്ങി. ഭഗത് സിംഗ് കി ജിന്ദഗി മേ എക് അഹം വാക്യ പേഷ് ആയ. ഭഗത് സിംഗിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. സൈമൺ കമ്മീഷൻ കെ ഖിലാഫ് എക് ജബർദസ്ത് ജുലൂസ് നിക്കല. സൈമൺ കമ്മീഷനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള പ്രകടനം ഉണ്ടായി. ജിസ്മെ മുജാഹിദെ ആസാദി ലാലാ ലജ്പത് റായി എത്തി. അതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ലാലാ ലജ്പത് റായും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നാം, എന്താണ് ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് സർ ജോൺ സൈമണിൻ്റെ കീഴിൽ 7 ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനാ വരുന്നതെന്ന് പറഞ്ഞാൽ 1919 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതിന് അവലോകനം ചെയ്യാനും അതിനനുസരിച്ച് ആ ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നിർദ്ദേശിക്കാനും ഒക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, ഒരു 7 അംഗ കമ്മിറ്റിയെ അയക്കുകയാണ്. ഈ 7 അംഗ കമ്മീഷനിൽ എന്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരുണ്ടായിരുന്നില്ല? ഇന്ത്യയിലെ പ്രതിനിധികളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരാണ് ഇവിടെയുള്ളത് അവലോകനം ചെയ്യാനും ഇവിടെ എന്തൊക്കെ മാറ്റം വരണമെന്ന് തീരുമാനിക്കാനുമായിട്ട് വന്നത്. അപ്പം അതിനെതിരെയാണ് എന്ത് ചെയ്തത്, ലാലാ ലജ്പത് റായി അതുപോലെ തന്നെ ഒരുപാട് ധീര നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലേ, അവരെല്ലാവരും കൂടെ പ്രകടനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇസ് ജുലൂസ് പർ അംഗ്രേസി പോലീസിനെ ബഡി ബേദർദി സെ ലാഠിയാം ബർസായി. ആ പ്രകടനത്തിൽ പങ്കെടുത്തവരെ, ആ പ്രകടനത്തിൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ക്രൂരമായിട്ട് അതിൽ പങ്കെടുത്ത എല്ലാവരെയും തല്ലിച്ചതച്ചു. ലാലാ ലജ്പത് റായി ബുരി തര ജഖ്മി ഹോഗി. ലാലാ ലജ്പത് റായിക്ക് എന്തു പറ്റി, അവരുടെ ലാത്തി ചാർജിൽ നല്ല പോലെ മുറിവേറ്റു, നല്ല പോലെ അപകടം പറ്റി. ഓർ കുച്ച് അർസേ കെ ബാദ് ഹി ഉൻകി മൗത്ത് ഹോഗി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ഒക്ടോബർ 30 ഈ ഒരു പ്രകടനം നടക്കുന്നത്. നവംബർ 7 ആകുമ്പോഴേക്കും ലാലാ ലജ്പത് റായി എന്ത് ചെയ്തു, ഈ ഒരു ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാരൊക്കെയാണ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഭഗത് സിംഗ്. ഇത് ഭഗത് സിംഗ് ആണ്. ഇത് നമ്മുടെ റാണി ലക്ഷ്മിബായി ആണ്. ഇത് ലാലാ ലജ്പത് റായ് ആണ്. ഇത് രാജ്ഗുരു, ഇത് സുഖ്ദേവ്. ഓക്കെ, അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഭഗത് സിംഗ് ഓർ ഉൻകെ ഇൻകുലാബി സാത്തി ഇസ് വാക്യേ കെ ബാദ് ഓർ ജ്യാദ മുനസ്സം ഹോ ഗയേ. ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ വിപ്ലവകാരികളായിട്ടുള്ള കൂട്ടുകാരും അല്ലേ, അവരും ഈ സംഭവത്തിന് ശേഷം ഒന്നുകൂടെ സംഘടിച്ചു. കാരണം സമാധാനപരമായിട്ടായിരുന്നു ഇവർ സൈമൺ കമ്മീഷനെതിരായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഈ ലാലാ ലജ്പത് റായിനെ ഈ ബ്രിട്ടീഷുകാർ തല്ലി കൊല്ലുന്നത് അല്ലേ. ശരിക്കും അപ്പം മരിച്ചില്ല എന്നുണ്ടെങ്കിലും അവരുടെ മരണത്തിന് കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആക്രമണമാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഇവർക്ക് ദേശസ്നേഹം എന്നുള്ള വികാരം അവർ ഓൾറെഡി നിറഞ്ഞു നിൽക്കുന്നവരാണ് അല്ലേ. അതിനൊപ്പം തന്നെ ലാലാ ലജ്പത് റായ് മരിക്കുകയും കൂടി ചെയ്തപ്പോൾ ഇവരെ ഒന്നുകൂടെ സംഘടിച്ചു. ഉനോനെ അംഗ്രേസോ കോ ഇൻകാ ജവാബ് പത്തർ സേ ദേനെ കി ഠാൻ ലി. അവർ ബ്രിട്ടീഷുകാർക്ക് ചുട്ട മറുപടി നൽകാനായിട്ട് അവരെന്ത് ചെയ്തു, തയ്യാറെടുത്തു. അതിനായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ഏപ്രിൽ 8, 1929 उन्होंने सेंट्रल असेंबली हॉल में इंगुलाब जिंदाबाद का नारा लगाया और ऐसी पर्चियाँ हवा में फेंकी जिनमें अंग्रेज़ों के जुल्म की दास्तान बयान की गई थी. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, 1929 ഏപ്രിൽ 8 സെൻട്രൽ അസംബ്ലി ഹാളിൽ ഇൻഗുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് പേപ്പറുകളിൽ എന്തെഴുതിയിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ
ക്രൂരതയുടെ കഥകളൊക്കെ വിവരിക്കുന്ന പേപ്പേഴ്സൊക്കെ എന്ത് ചെയ്യണം, കാറ്റിലിങ്ങനെ വലിച്ചെറിഞ്ഞു. അസംബ്ലി കെ ജിസ് മക്കാം പർ ബം ഫേങ്കെ ഗയെ വോ ഖാലി ത. അത് മാത്രമല്ല അവർ ചെയ്തത്, അവർ അസംബ്ലിയുടെ അവിടെയുള്ള ഒരു സ്ഥലത്തേക്ക്, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, ബോംബെറിഞ്ഞു. അവരൊരിക്കലും കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നില്ല, ആരെയും കൊല്ലാനോ അപകടപ്പെടുത്താനോ ഒന്നും ഉദ്ദേശിച്ചല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അസിൽ ഇതാ ഇവിടെ ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കൂ. അസിൽ മേ വോ കിസി കോ മാർനാ നെഹി ബൽക്കി ധമാക്ക കർണ ചാഹത്തെ തെ. അവരൊരിക്കലും എന്തല്ല, ആരെയും കൊല്ലാനൊന്നും അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പകരം ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഇവരുടെ രോഷം പ്രകടിപ്പിക്കാനുമാണ് ഈ സംഭവം ചെയ്തത്. ഉൻകാ മക്സദ് അംഗ്രേസോം കെ ജുൽമ കെ ഖിലാഫ് അപ്പിനെ ഉസ്സേ കാ ഇസ്ഹാർ കർണേത്ത. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിനെതിരെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഈ അക്രമ സ്വഭാവം അല്ലേ, ആക്രമണത്തിനെതിരെ അവരുടെ രോഷപ്രകടനം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. ഉസ്കി ബാവജൂദ് അംഗ്രേസോനെ ഉൻ പർ മുഖദ്ദമ ചലായ. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അവരെ വിചാരണ ചെയ്തു. ബ്രിട്ടീഷുകാർ അവരെ പിടിച്ചു, തുറുങ്കിലടച്ചു, വിചാരണ ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ ഭഗത് സിംഗ് പഞ്ചാബ് കെ ലോയൽപൂർ ജില്ല മേ 28 സിതംബർ 1907 ജനിച്ചത്. നമ്മുടെ ഭഗത് സിംഗ് സിതംബർ 28, 1907 ജനിക്കുന്നത്. ഉൻകെ വാലിദ് കിഷൻ സിംഗ് ഓർ ചച്ച ആസാദി കി ജംഗ് മേ ഷാമിൽ തെ. അദ്ദേഹത്തിൻ്റെ വാലിദ് കിഷൻ സിംഗും അതുപോലെ തന്നെ ചച്ചയുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളികളായിരുന്നു. ഭഗത് സിംഗ് കെ ഇൻകുലാബി ദോസ്തോ മേ രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് ഓർ രാജ്ഗുരു കെ നാം സബ്സെ അഹം ഹെ. ഭഗത് സിംഗിൻ്റെ വിപ്ലവകാരികളായിട്ടുള്ള കൂട്ടുകാരിൽ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാംപ്രസാദ് ബിസ്മിലാണ് നമ്മുടെ സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മഹേ എന്നുള്ള ആ ഒരു വിപ്ലവഗാനം എഴുതിയിട്ടുള്ള ആൾ കേട്ടോ. ഭഗത് സിംഗ് और उनके साथियों ने तहरीक आज़ादी में नई रूह फूंकती. ഭഗത് സിംഗും അവരുടെ കൂട്ടുകാരും അവരുടെ കൂട്ടാളികളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലേ, തഹരീക്ക് ആസാദിക്ക് ഒരു പുതിയ ആത്മാവ് അല്ലെങ്കിൽ പുതിയൊരു റൂഹ് ഉണ്ടാക്കി. ഹറേക്ക് ഹിന്ദുസ്ഥാനി കെ ദിൽ മേ ഷഹീദ് അസം കെ നാം സെ വോ ഹമേഷ ജിന്ദാ രഹേംഗെ. എല്ലാ ഇന്ത്യക്കാരുടെ മനസ്സുകളിലും അവർ ഷഹീദ് ആസം അഥവാ മഹാനായ രക്തസാക്ഷി എന്ന പേരിൽ എപ്പോഴും ജീവിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്കറിയാം, ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്തു, അവരെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്ത് ചെയ്യണം, പുതിയൊരു വിപ്ലവം അവരുടെ മരണത്തിലൂടെ തന്നെ ഉണ്ടാക്കി. കാരണം ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ തൂക്കുകയറിന് മുന്നിൽ തോൽക്കാതെ ധീരമായിക്കൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള അവർ സെൻട്രൽ അസംബ്ലി ഹാളിൽ ഏത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണോ പോരാടിയത്, അതേ മുദ്രാവാക്യം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം ആ തൂക്കുമരത്തിൽ ഏറ്റുന്ന സമയത്തും ധീരമായി ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലേ, നമ്മുടെ രാജ്യത്തിൽ അക്രമം സൃഷ്ടിക്കുന്നവർക്കെതിരായിട്ട് അവരവരുടെ മരണം കൊണ്ടാണ് അവർക്ക് ഉത്തരം നൽകുന്നത് അല്ലേ. ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല, മരിക്കും അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും എന്ന് പറയുമ്പോൾ പോലും അവർ പേടിക്കുന്നില്ല. അപ്പോൾ അതിലൂടെ പുതിയൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ ജീവനേക്കാട്ടിലും വലുതാണ് മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അപ്പോൾ ഭഗത് സിംഗിൻ്റെ പ്രൊഫൈലാണ് ഇവിടെ പഠിച്ചത്. ഇത് നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഭഗത് സിംഗിൻ്റെ അത്രയും അല്ലേ, ഭഗത് സിംഗ് അതുപോലെ തന്നെ രാജ്ഗുരു അവരുടെ അത്രയുമൊക്കെ മാതൃസ്നേഹമില്ലെങ്കിലും അത്രയ്ക്ക് മാതൃരാജ്യത്തോടുള്ള സ്നേഹമില്ലെങ്കിലും അതിലേക്ക് ഒരു കണികയെങ്കിലും നമ്മുടെ മനസ്സുകളിലൊക്കെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.